ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ മൊഡ്യൂൾ 2 ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഒരു സ്കോറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഒരു A+ ഒക്കെ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊരു ഐഡിയ തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതെന്താണ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് നോക്കാം. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ഇൻട്രാക്ഷൻസ്, റിയാക്ഷൻസ്, ആക്ഷൻസിനെയൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുക. ഇനി എന്തൊക്കെയാണ് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ കോംപ്ലക്സിറ്റിയാണ്. അതാണെന്ന് വെച്ചാൽ എന്താണ്, ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. പല സിറ്റുവേഷനിൽ ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഒബ്ജക്റ്റീവ്സും ഡിസൈർസും ഒക്കെ ഉണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവിയോൺമെൻറ്റ്, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ളൊക്കെ എൻവിയോൺമെൻറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ആവും അല്ലേ. പിന്നെ ലേൺഡ് ബിഹേവിയർ, നമ്മുടെ എക്സ്പീരിയൻസസിലൂടെയും ലേണിങ്സിലൂടെയൊക്കെ നമ്മൾ പഠിച്ച് വന്ന ആ ബിഹേവിയറൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെയും ബിഹേവിയർ വരിക അല്ലേ. പിന്നെ അഡാപ്റ്റീവ് ആണ്, ചേഞ്ചസിന് ഫിറ്റ് ചെയ്ത് സിറ്റുവേഷൻസ് മാറുന്നതോടെ ചേഞ്ചസ് നമ്മുടെ ബിഹേവിയറിൽ വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ. ദെൻ മോഡൽസ് ഓഫ് മാൻ, ഒരു 5 മോഡൽസ് ഉണ്ട്. എക്കണോമിക് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ആ ലോജിക്കലാണ് അവിടെ. പേഴ്സണൽ ബെനിഫിറ്റ് ഒക്കെ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെയാണ് അവരവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ഒക്കെയാണ് അവിടെ എംഫസൈസ് ചെയ്യുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഫുൾഫിൽമെൻ്റ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുക. കോംപ്ലക്സ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സൊക്കെ ടൈമിനും സർക്കംസ്റ്റൻസിനൊക്കെ അനുസരിച്ചിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റെക്കഗ്നൈസ് ചെയ്യാണ് കോംപ്ലക്സ് മാൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ. അതായത് ഡിസിഷൻ മേക്കിംഗ് ഈസ് ബൗണ്ടഡ് ബൈ ലിമിറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് ടൈം ഒക്കെ വെച്ചിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. എന്തൊക്കെ ഫാക്ടേഴ്സിലാണ് നമ്മുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്? ഒന്നാമത്തതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അതായിരിക്കും നമ്മുടെ പ്രായം, ഏജ്, പിന്നെന്താണ് ജെൻഡർ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്നാണ് പറയുക. ദെൻ മോട്ടിവേഷൻ, ഇമോഷൻ, അതും ഒരു ഫാക്ടറാണ്. ദെൻ സൊസൈറ്റി, നമ്മുടെ ഫാമിലി ട്രഡീഷൻസ് എങ്ങനെയാണ്, വർക്ക് പ്ലേസിലെ കണ്ടീഷൻസ് എങ്ങനെയാണ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, സിറ്റുവേഷൻസ്, അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നതാണ് പേഴ്സണാലിറ്റി. എന്താണ് പേഴ്സണാലിറ്റി എന്നാണ് നോക്കുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്ക് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് ആണ്, ബിഹേവിയേഴ്സ് ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ. അതെങ്ങനെയാണ് പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? ഹെറിഡിറ്റി, അതായത് നമുക്ക് ജനറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇൻ്റലിജൻസോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എൻവയോൺമെൻറ്റ്, കൾച്ചറലായിക്കോട്ടെ, സോഷ്യൽ സിറ്റുവേഷണൽ ഫാക്ടേഴ്സൊക്കെ ഒരു പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, അതായത് സ്ട്രെസ്സ്, അങ്ങനെ ടെമ്പററി കണ്ടീഷൻസ്, അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ബിഹേവിയർ ഓൾട്ടർ ചെയ്യും. ദെൻ ലൈഫ് എക്സ്പീരിയൻസ്, ഇപ്പം നമ്മുടെ ലൈഫിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ, പാസ്റ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ് ഒക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് കാരണം. ഫാമിലി ഈസ് മെയിൻ എന്താണ് ഒരു ഫാക്ടറാണ് അല്ലേ. ദെൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്ന്, അവിടെ ഒരു ഓഷ്യൻ, ഓപ്പൺനെസ്, കൺസൈൻഷ്യസ്നെസ്, എക്സ്ട്രാ ഓഷ്യൻ, എഗ്രിയബിൾനെസ്, ന്യൂറോട്ടിസം, അങ്ങനെ കുറച്ച് ഒരു ഓഷ്യൻ നമുക്ക് ഷോർട്ട് ഫോമിൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ പറയാനായിട്ട് പറ്റും. എന്താണ് അവിടെ പറയുന്നത്? ക്രിയേറ്റിവിറ്റി, ഒരു വില്ലിങ്നെസ് ആണ് പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഡിപ്പെൻഡബിലിറ്റി അല്ലെങ്കിൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, പിന്നെ ഒരു അസർട്ടീവ്നെസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സോഷ്യബിലിറ്റി, നമ്മൾ എല്ലാവരോടും ടോക്കറ്റീവായിട്ട് നടക്കുന്നു, പിന്നെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ എംപതിയൊക്കെ ഉണ്ടാവുക, പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഓർ ഇൻസ്റ്റെബിലിറ്റി, അതൊക്കെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് പെർസെപ്ഷൻ? Perception is the process through which individuals interrupt and make sense of sensory information. ഇൻട്രപ്റ്റ് ചെയ്ത് സെൻസറി ഇൻഫർമേഷൻസ് സെൻസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയാം, നമുക്ക് കാഴ്ചപ്പാടെന്ന് പറയാം. നമ്മൾ ഒരു കാര്യം എങ്ങനെ കാണുന്നു, ആദ്യം നമുക്കതൊരു എന്താണ് ഒരു സെൻസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുന്നു, ദെൻ അതിനൊരു മീനിങ് അസൈൻ ചെയ്ത് നമ്മളത് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഓഫ് പെർസെപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ്, ടൈം, എൻവയോൺമെൻറ്റൽ ക്യൂസ്. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് ക്യാരക്ടറിസ്റ്റിക്, സൈസ്, കോൺട്രാക്സ്റ്റ്, ഫെമിലിയാരിറ്റി, ഇതൊക്കെ നമ്മുടെ പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് പെർപെച്വൽ എറേഴ്സ്? പെർസെപ്ച്വൽ എറേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ ഹാലോ ഇഫക്റ്റ്. അതായത് ഒരാളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ ബേസ് ചെയ്ത് അയാളെക്കുറിച്ചൊരു ഓവറോൾ ഇംപ്രഷൻ ഫോം ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര എന്താ പറയുക കൈൻഡ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാ കാര്യത്തിനും മിടുക്കനാവണമെന്നില്ല. ഓക്കെ, പക്ഷേ ഇവരെന്താണ് ഈ ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രേറ്റ് അയാളുടെ നല്ലതാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അയാൾ നല്ലതാണെന്ന് ഓൾറെഡി അങ്ങ് ഫിക്സ് ചെയ്യുന്നു. അതാണ് ഹാലോ ഇഫക്റ്റ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ജനറൽ ജഡ്ജ്മെൻറ്റിൽ ബേസ് ചെയ്ത് ഒരാളെ ജഡ്ജ് ചെയ്യുന്നു. മുൻ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെ പറയും. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. ദെൻ സെലക്റ്റീവ് പെർസെപ്ഷൻ, മറ്റുള്ളവരെ ഇഗ്നോർ ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ ഫോക്കസ് ചെയ്യുന്നു. പ്രൊജക്ഷൻ മീൻസ് പേഴ്സണൽ ട്രൈറ്റ് മറ്റുള്ളവരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ആറ്റിറ്റ്യൂഡ്സ്. എന്താണ് ആറ്റിറ്റ്യൂഡ്?
Attitude are learned predispositions to respond positively or negatively to certain objects, people, or event. Certain peopleനോ ഇവൻറ്റിനോ ഒബ്ജക്റ്റിനോ നെഗറ്റീവിലോ പോസിറ്റീവിലോ നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ്. അതിനാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ബിലീഫ് എങ്ങനെയാണ്, നോളജ് അബൌട്ട് ദ സബ്ജക്റ്റ്, പിന്നെ ഇമോഷണൽ റെസ്പോൺസ് എങ്ങനെയാണ്, പിന്നെ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, ഒരു ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻറ്റൻഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് പറയുന്നത്. പിന്നെ വാല്യൂസ് മീൻസ് ഡീപ്ലി ഹെൽഡ് ബിലീഫ്സ് ദാറ്റ് ഗൈഡ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിനും ബിഹേവിയറിനെയൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ ഡീപ്ലി ഹെൽഡ് ആയിട്ടുള്ള ബിലീഫ്സിനെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുക. വാല്യൂസ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റീസും പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ ലേണിംഗ് എന്താണെന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസിലൂടെയൊക്കെ നമ്മുടെ ബിഹേവിയർ വരുന്ന പെർമനൻറ്റ് ചേഞ്ച്, അതിനാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുക. ഒരു ലേണിങ്ങിനെ ട്രിഗർ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റിമുലസ് നമുക്ക് കിട്ടുകയാണ്, നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഫ്യൂച്ചർ യൂസിനത്തേക്ക്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് മീൻസ് ഡിസൈഡ് ബിഹേവിയേഴ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവാർഡ്സ് കൊടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുക. നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റിമുലൈ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. ദെൻ എന്താണ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ടു ടേക്ക് ആക്ഷൻ ടു അച്ചീവ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിനെ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ആ പ്രോസസ്സിനാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. നീഡ്സ്, ഗോൾസ്, ട്രൈസ് ഒക്കെ ഇൻവോൾവ് ചെയ്യും, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവിലായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ വാട്ട് ഈസ് പ്രോസസ് ഓഫ് മോട്ടിവേഷൻ? നമ്മളൊരു നീഡ് ഐഡൻറ്റിഫൈ ചെയ്യും ആദ്യമേ, അതിനുശേഷം ഒരു ടാർഗറ്റ് ആ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്യും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് ഒക്കെ എടുക്കും, അതിനുശേഷം ആ സക്സസിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും. ഓക്കെ, ദെൻ വാട്ട് ഈസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ നീഡ് ഹൈറാർക്കി തിയറി ആൻഡ് 2 ഫാക്ടർ തിയറി. ഹൈജീൻ തിയറി എന്നും പറയും. ആ തിയറി രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാം പഠിക്കണം. തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയും 2 ഫാക്ടർ തിയറിയും. ഓക്കെ, ഹൈജീൻ തിയറി എന്ന് അതിന് പറയും. പിന്നെ ERG തിയറി എക്സ് ആൻഡ് വൈ ഒക്കെ ഒരു 1 വെയ്റ്റിനൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ബാക്കി എല്ലാം കൂടെ ഒരു 5 വെയ്റ്റിന് പഠിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഈ നീഡ് ഹൈറാർക്കി തിയറിയും 2 ഫാക്ടർ തിയറിയൊക്കെ ഒരു കമ്പാരിസൺ ഒക്കെ ചോദിക്കാം ഒരു 5 വെയ്റ്റിന്. അപ്പോൾ അതൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം. തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചാൽ പോരാ, അതിന് 5 വെയ്റ്റിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നീഡ് ഹൈറാർക്കി തിയറി എന്താണ്? അത് മാസ്ലോ പറയുന്നത് ഒരു നമ്മുടെ മോട്ടിവേഷൻ ഒരു സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ നീഡ്. ഈ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വൺസ് നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലോട്ട് മോട്ടിവേറ്റ് ആവില്ല. അതായത് ഫുഡ്, ഷെൽട്ടർ, വാട്ടർ. ഒരിക്കലും നമ്മുടെ വീട് അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വീടിന് വേണ്ടി പിന്നെയും നമ്മൾ മോട്ടിവേറ്റ് ആവില്ല. ദെൻ രണ്ടാമത്താണ് സേഫ്റ്റി. മൂന്നാമത്താണ് ലവ് ഓർ ബിലോങ്ങിങ്, മീൻസ് റിലേഷൻഷിപ്പ്, അതിലായിട്ടൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ എസ്റ്റീം, നമുക്ക് റെസ്പെക്ട്, റെക്കഗ്നീഷൻ, പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ ഓർഡറിൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ്, ഇതാണ് അതിൻ്റെ ഓർഡർ എന്നാണ് ഈ മാസ്ലോ പറയുന്നത്. പക്ഷേ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാ സിറ്റുവേഷൻസ് അനുസരിച്ച് ഓർഡർ മാറാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്താണ് എല്ലാവരുടെയും ഓർഡർ ഇങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ടെക്സ്റ്റിൽ നിന്ന് നന്നായി വായിച്ചു നോക്കുക. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞു. രണ്ടാമത്തതാണ് നീഡ് ഹൈറാർക്കി തിയറി കഴിഞ്ഞു. നെക്സ്റ്റ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ വർക്കേഴ്സ് വർക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്നു, സൂപ്പർവിഷൻ വേണമെന്നാണ് ഈ മാനേജറൊക്കെ വിചാരിക്കുക. കാരണം അവർ ഭയങ്കര ലേസി ആണെന്നാണ് അത് തിയറി എക്സിൽ പറയുക. തിയറി വൈയിൽ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കോളും എന്നാണ് തിയറി വൈയിൽ പറയുക. പിന്നെ അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തതാണ് 2 ഫാക്ടർ തിയറി. 2 ഫാക്ടർ തിയറിയിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്, ഹൈജീൻ ഫാക്ടേഴ്സും ദെൻ മോട്ടിവേഷണൽ ഫാക്ടേഴ്സും. ഹൈജീൻ ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ് ഡിസാറ്റിസ്ഫാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, അതായത് സാലറി, വർക്ക് കണ്ടീഷൻസിനൊക്കെയാണ് നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുക. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നത്, റെക്കഗ്നീഷൻ, അച്ചീവ്മെൻറ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുക. ERG തിയറി എന്ന് പറഞ്ഞാൽ ERG സ്റ്റാൻഡ്സ് ഫോർ എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത്. ഇത് നമ്മുടെ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ERG തിയറി എന്ന് പറഞ്ഞാൽ. ഇത് ഹൈറാർക്കിലല്ല, ഒരു ഓർഡർ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചത് ചെയ്യാം, എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, ഗ്രോത്ത്. ഓക്കെ, ദെൻ ലേൺഡ് നീഡ്സ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നീഡ്സ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ, പവറിനാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് അവിടെ പറയുന്നത്, സക്സസിനെയും വാല്യൂസ് ഓഫ് റിവാർഡ്സിനെയും. അതിൻ്റെ കമ്പോണൻസ് പറയുന്നുണ്ട്, എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് വാല്യൂസ്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഇക്വിറ്റി തിയറി. റിവാർഡ് ഡിസ്ട്രിബ്യൂഷനിലെ ഫെയർനെസ്സിനെ കുറിച്ചുള്ള പെർസെപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് മോട്ടിവേഷൻ എന്നാണ് ഇക്വിറ്റി തിയറിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ കണ്ടംപററി തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ് ERG തിയറി നമ്മൾ പറയും. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. ഓക്കെ, ദെൻ കോഗ്നിറ്റീവ് വാല്യുവേഷൻ തിയറി,
ഇൻട്രൻസിക് റിവാർഡ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മോർ മോട്ടിവേറ്റിംഗ് ദാൻ എക്സ്ട്രൻസിക് റിവാർഡ്. മണീനേക്കാളും പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് മോർ മോട്ടിവേറ്റിംഗ് എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ ഗോൾ സെറ്റിംഗ് തിയറി എന്ന് വെച്ചാൽ ക്ലിയർ സ്പെസിഫിക് ആൻഡ് ചലഞ്ചിങ് ഗോൾസ് മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇക്വിറ്റി തിയറി നമ്മൾ പറഞ്ഞു, ഇൻപുട്സും ഔട്ട്പുട്ട്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഫെയർനെസ്. എക്സ്പെരിയൻസി തിയറി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഔട്ട്കം ആൻഡ് വാല്യൂസിന് ബേസ് ചെയ്തിട്ടായിരിക്കും മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 5 കണ്ടംപററി തിയറി ഉണ്ട്. അതല്ലാതെ 7 തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. പിന്നെ പ്രോസസ് മോട്ടിവേഷൻ പറഞ്ഞു. മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ലേണിംഗ്, ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷൻ, പേഴ്സണാലിറ്റി, ഹ്യൂമൻ ബിഹേവിയർ, മോഡൽസ് ഓഫ് മാൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 2 നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനെക്കുറിച്ചും ജസ്റ്റ് ഒരു അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അത്യാവശ്യം നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുന്നവരാണ് എങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ അറിയുന്നവരല്ല എങ്കിൽ ഫർദർ നിങ്ങൾക്ക് വേറെ റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇത് ഞങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഏതാ വേണ്ടിയെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.